അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. അറബിയൻ മലബാർ ഷെഫിന്റെ നൗഫലാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നല്ലൊരു റൈസ് ഐറ്റമാണ്, ക്യാപ്സിക്കം റൈസ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം അതിനുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുവരാം. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്നുള്ളത് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന വൈറ്റ് ഒണിയൻ ആണ്. വൈറ്റ് ഒണിയൻ നിർബന്ധമില്ല, 3 കളറിലുള്ള ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എണ്ണയും കുരുമുളകുമാണ്. കുരുമുളക് ഞാൻ 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് 1/2 കിലോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമുക്കൊന്ന് കുതിർത്തി വെക്കാം. നിർബന്ധമുള്ള കാര്യമല്ല, ഡയറക്റ്റ് കുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ക്യാപ്സിക്കം എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. നീളനെ വേണം അരിഞ്ഞെടുക്കാൻ, കുറച്ച് ലെങ്തി ആയിട്ട് ഇരിക്കണം. അതുപോലെ സവോള അരിഞ്ഞെടുക്കാം. ഒരു പാത്രം വെച്ച് നമുക്ക് അരി വേവിക്കാൻ ആവശ്യമായുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് ലിഡ് വെച്ച് കവർ ചെയ്ത് നമുക്ക് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് വേവ് അധികമായി കഴിഞ്ഞാൽ നമ്മുടെ റൈസ് പൊട്ടിപ്പോകും. അതുകൊണ്ട് നമുക്ക് 80-90% വേവിൽ നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയനും ക്യാപ്സിക്കവും എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കം എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, ഒരുപാട് വേവണമെന്ന് ആവശ്യമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മല്ലിയില കൂടെ ഇട്ടിട്ട് നമുക്കൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ക്യാപ്സിക്കം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഡിഷ് അല്ലേ ഇത്. അപ്പൊ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ജീവിതം വളരെ ചുരുങ്ങിയതാണ്. നല്ല ഭക്ഷണം കഴിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. മാസ്സലാമ.